അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അപ്പോൾ നമ്മൾ ഫിഅലുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ളത് അംർ ഫിഅലിനെ കുറിച്ചാണ്. ഫിഅലുൽ അംർ എന്ന് പറഞ്ഞാൽ ഇംപാരാറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അംർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അംറിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് കൽപ്പന എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഫിഅല് അംർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോട് കൽപ്പിക്കുന്ന ഫീലുകൾക്കാണ് ഫിഅല് അംർ എന്ന് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഇൽഅബ് ബിൽ ഖുറത്തി, നീ പന്ത് കൊണ്ട് കളിക്കൂ. ഖുൽ അൽ ഹഖ, ഖുലിൽ ഹഖ, നീ സത്യം മാത്രമേ പറയാവൂ, സത്യം പറയൂ. നല്ലിഫ് ബൈതക, നിൻ്റെ വീട് നീ വൃത്തിയാക്കിക്കോ. നല്ലഫ് എന്നൊക്കെ പറഞ്ഞാൽ ക്ലീൻ ചെയ്യാന്നർത്ഥം. ഓക്കെ, പിന്നീടോ യാ ബനാത്തു റത്തിബ്നൽ അസാസ, റത്തിബ്ന, നിങ്ങൾ എന്ത് ചെയ്യൂ, ഓർഡറാക്കി വെക്കൂ അല്ലേ, ഒന്ന് ചിട്ടയോട് കൂടി വെക്കൂ. ഇസ്തമിഅന നുസ്ഹൽ മുദരിസി, ഉസ്താദിൻ്റെ ഉപദേശം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ. നല്ലിഫ്ന സിയാബകുന്ന യാ ആമിലാത്ത്, ജോലിക്കാരെ നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങൾ വളരെ ക്ലീൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ 3 ഉദാഹരണങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ, അത് സ്ത്രീകളോടാണ്, ഒരു കൂട്ടം സ്ത്രീകളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. തക്തുബന്ന ദർസക്കൽ യോമ, നീ നിൻ്റെ പാഠം ഇന്ന് എഴുതുക തന്നെ വേണം എന്നോട് നിർബന്ധമായിട്ട് എഴുതാൻ പറയണം. ഇസ്മഅന്ന നുസ്ഹ വാലിദിക, നിൻ്റെ പിതാവിൻ്റെ ഉപദേശം നീ കേൾക്കുക തന്നെ വേണം. നല്ലിഫന്ന സിയാബക്ക, നിൻ്റെ വസ്ത്രം നീ വൃത്തിയാക്കുക തന്നെ വേണം. തക്തുബൻ ദർസക്കൽ യോമ, ഇന്ന് നീ നേരത്തെ പറഞ്ഞ അതേ അർത്ഥതാണ്. ഇസ്തമിഅൻ നുസ്ഹ വാലിദിക, നല്ലിഫൻ സിയാബക്ക. അപ്പോൾ ഈ 3ാമത്തെയും 4ാമത്തെയും ഉദാഹരണം നമ്മുടെ നൂന് തോക്കിയതിൽപ്പെട്ട നൂനുൽ ഖാഫീഫ, നൂനു സഖീലൊക്കെയുള്ള ഉദാഹരണങ്ങളാണ്. ഓക്കെ, പിന്നെയോ അൽഖി അസ്വാക, നിൻ്റെ വടി താഴെ ഇടൂ. ഇത് മൂസാ നബിയോട് പറഞ്ഞൊരു ഖുർആനിക വചനം കൂടിയാണ്. അൽഖി അസാക്ക എന്ന് പറഞ്ഞിട്ട് മൂസാ നബീൻ്റെ ഒരു ആയത്തുണ്ട്. ഓക്കെ, പിന്നെ ഉദ്ഉ ശുർത്ത, നീ പോലീസിനെ വിളിക്ക്. ഇൽഖ അഖാക ഫിസ്സൂഖി, അങ്ങാടിയിൽ നിൻ്റെ, നേരത്തെ പറഞ്ഞില്ല അൽഖിയും ഇൽഖയും രണ്ടിൻ്റെ ഫീൽ വ്യത്യാസമുണ്ട്. ഓക്കെ, രണ്ടും ഒന്നല്ല. ഓക്കെ, അൽഖ എന്നുള്ളതിൻ്റെ അൽഖി എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ മാദിയ ഫീൽ അൽഖ എന്നാണ്. ഇവിടെ ഇൽഖ എന്ന് പറഞ്ഞില്ലേ, ഇൽഖ അഖാക, നിൻ്റെ സഹോദരനെ നീ കണ്ടുമുട്ട്, അതിൻ്റെ ഫീൽ എന്താണ്, ലഖിയ എന്നാണ്. മനസ്സിലായല്ലോ. അടുത്തത് ഇഖ്റ ദുറൂസകുമാ, ഇഖ്റ ദുറൂസകുമാ, നിങ്ങളുടെ രണ്ടുപേരും നിങ്ങളുടെ രണ്ടാളുടെയും പാഠം വായിക്കൂ. ഇഫ്തഹ മിസ്റാഇ അന്നാഫിലത്തി, ജനലിൻ്റെ 2 പൊളികൾ അല്ലേ, പാളികൾ നിങ്ങൾ തുറക്കൂ. ഉക്തുബ ഫി ദഫ്തരിക്കുമാ, നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ രണ്ടുപേരും എഴുതൂ. ഇഖ്റഊ ദുറൂസക്കും, നിങ്ങളുടെ 2 പാഠങ്ങൾ നിങ്ങളുടെ പാഠങ്ങൾ നിങ്ങൾ വായിക്കൂ. ഇഫ്തഹു അബ്വാബൽ ബൈത്തി, നിങ്ങൾ വീടിൻ്റെ വാതിലുകൾ നിങ്ങൾ തുറക്കൂ. ഉക്തുബു ഫി ദഫ്തരിക്കും, നിങ്ങൾ ഒരുപാട് അല്ലേ. അപ്പോൾ ഈ 7ാമത്തെ ഉദാഹരണം എന്താണ്, ഒരുപാട് ആളല്ലേ, ജമ്മു അദ്ക്കർ സലിം എന്ന് കാണാം, ഒരുപാട് കൂട്ടം ആളുകളെ അഭിസംബോധന ചെയ്യാനാണ്. 6ാമത്തെ ഉദാഹരണം എന്തിനെ കുറിച്ചാണ്, 2 ആളുകളെ, മുസന്നയാണ് അല്ലേ. പിന്നെ അടുത്ത നോക്കൂ, ഇഫ്തഹി അൽ ബാബ, നീ ഒരു പെണ്ണ് എന്ത് ചെയ്തോളൂ, വാതിൽ തുറക്കൂ. കുലി അൽ ഹക്ക, നീ എന്ത് ചെയ്തോ, സത്യം മാത്രം പറഞ്ഞോ എടി പെണ്ണേ എന്ന് പറയാം. അപ്പോൾ എന്തിനാണ് ഇതിങ്ങനെ 8 വിഭാഗമാക്കി ഉദാഹരണങ്ങളൊക്കെ ആക്കി പറയുന്നത്? ഓരോ അതിൻ്റെ വിഭാഗത്തിലും ഓരോ അതിൻ്റെ അവസ്ഥകൾ മാറുന്നതിനനുസരിച്ച് അതിലെന്ത് സാധ്യതയുണ്ട്, ഇറാബിന് മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഇറാബ് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളോട് വ്യത്യസ്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ അമ്രുഫീലിനെ കുറിച്ച് കുറച്ച് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അമ്രുഫീൽ എന്താണ്, മബനിയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് അധികം പഠിക്കാനുണ്ട്. മസലൻ ഇതാ തഅമ്മൽതൽ അംസലത ത്വായിഫത്തൽ ഊല, 1ാമത്തെ വിഭാഗം ഉദാഹരണം നീ എന്ത് ചെയ്താൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, തജിദു കുല്ല ഫിഅലിൻ മിൻഹാ സ്വഹീഹുൽ ആഖിർ, എല്ലാത്തിൻ്റെയും അവസാനം സ്വഹീഹുൽ ആഖിറാണ് അല്ലേ. സ്വഹീഹുൽ ആഖിർ മുത്തുൽ ആഖിർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഒന്ന് വിശദമായിട്ട് നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ സ്വഹീഹുൽ ആഖിറാണ് എന്ന് മനസ്സിലാവും, കാരണം അവസാനത്തിൽ മുത്തലിൻ്റെ അക്ഷരങ്ങളൊന്നും ഇല്ല. അത് കുൽ, കാല അല്ലേ, അല്ലെങ്കിൽ ഉക്തുബ് എന്നുള്ളതൊക്കെ മനസ്സിലായല്ലോ. വഫിൽ അംസലത്തി ത്വായിഫത്തി സാനിയ, 2ാമത്തെ വിഭാഗം ഉദാഹരണത്തിലോ, തജിദുഹ മുത്തസിലത്തൻ ബിനൂനി നിസ്വ, 2ാമത്തെ വിഭാഗത്തിൽ നിനക്ക് നൂൻ നിസ്വ ചേർന്ന് വന്നതായിട്ട് കാണാം. വമിൻ ദാലിക, അതുകൊണ്ട് തന്നെ തഖ്ദീർ അൻ തഖൂല അന്നൽ ഫിഅല
യുബ്ന അല സുകൂനി ഇദാ കാന സ്വഹീഹൽ ആഖരി ഫിഅലു അംർ സ്വഹീഹുൽ ആഖർ ആവുകയും വലം യത്തസിൽ ബിഹി ഷൈഉൻ അതിൻ്റെ അവസാനത്തിൽ ഒന്നും ചേർന്ന് വരികയും ചെയ്തിട്ടില്ല എങ്കിൽ ഫിഅലു അംർ സുക്കൂൻ്റെ മേൽ മബനിയാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. അവിത്തസലത്ത് ബിഹി നൂൻ നസ്വ ഒന്നെങ്കിൽ നൂൻ നസ്വ ചേർന്ന് വന്നാൽ അല്ലേ, അല്ലെങ്കിൽ ഒന്നും ചേർന്ന് വന്നിട്ടില്ലെങ്കിൽ സുക്കൂൻ്റെ മേൽ മബനിയായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നൂൻ നസ്വ അല്ലാതെ വേറെ ഏതാ ചേർന്ന് വരാനുള്ളത്? ശേഷമുള്ള ഉദാഹരണങ്ങൾ നോക്കണം. ഏതൊക്കെയാണ്? നൂന് തോക്കീത് ചേർന്ന് വരും അല്ലേ, അലിഫുൽ ഇസ്നൈനി ചേർന്ന് വരും, വാവുൽ ജമാഅത്ത് ചേർന്ന് വരും, അതൊക്കെ ഉണ്ട് അല്ലേ, വിശദമായിട്ട് പറയും. പിന്നെ വവിൽ അംസലത്തി ത്വാഇഫത്തി സാലിസ വറാബിഅ മൂന്നാമത്തെയും നാലാമത്തെയും വിഭാഗം ഉദാഹരണങ്ങളോ തജിദു ഫി അവാഖിരിൽ അഫ്ആലിൽ അംരി കുല്ലിഹാ നൂനുൻ തദുല്ലു അലാ തഖ്വിയത്തിൽ ഫിഅലി വ തൗഖീദിഹി ആ ഫിഅലിൻ്റെ ഒക്കെ അവസാനം നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നൂന് തോക്കീത് എന്ന് പറയുന്ന ഒരു നൂൻ അവിടെ ഉണ്ട് അല്ലേ. വഹാദിഹി ഇമ്മ സഖീലത്തുൻ ഇമ്മ ഖഫീഫത്തുൻ ഒന്നെങ്കിൽ അത് സഖീലയാണ് അല്ലെങ്കിൽ ഖഫീഫയാണ്. മനസ്സിലായല്ലോ. മിസ്ല തക്തുബന്ന ഫി ആഖിരിഹാ നൂൻ തോക്കീത് സഖീല ഫി ആഖിരി തക്തുബൻ നൂൻ തോക്കീത് ഖഫീഫ. ഒന്നാമത് തക്തുബന്ന എന്നുള്ള ഉദാഹരണമാകുമ്പോൾ അവിടെ നൂൻ സഖീല ഉണ്ട്. അടുത്തതോ തക്തുബൻ എന്നാവുമ്പോൾ അവിടെ നൂൻ തോക്കീതിൻ്റെ ഖഫീഫയായ നൂനുണ്ട്. വതജിദു മിസ്ലഹ ഐദൻ ഫിൽ അംസലത്തിൽ ബാഖിയ ഫി ഹാതൈനി ത്വാഇഫതൈനി ബാക്കിയുള്ള ഈ വിഭാഗത്തിൽപ്പെട്ട ബാക്കിയുള്ള ഉദാഹരണങ്ങളൊക്കെ അതുപോലെ തന്നെ കാണാം. വതജിദു അവാഖിറൽ അഫ്അലിൽ അംരി ഫി ഹാദിഹിൽ അംസല മഫ്തൂഹതൻ ബിഹാദ സബബ്. അപ്പോൾ ഈ നൂന് തോക്കീത് അല്ലെങ്കിൽ നൂന് തോക്കീതിലെ സഖീലയോ ഖഫീഫയോ ആവട്ടെ, ഇത് രണ്ടും വന്നത് കാരണത്താൽ ആ അംർ ഫിഅലിൻ്റെ അവസാനത്തിന് എന്താണ്? ഫത്താണല്ലേ. കത്തബ യക്തുബു, അപ്പോൾ ബാ ആണ് അവസാനം. അപ്പോൾ തക്തുബന്ന എന്ന് പറയുമ്പോൾ അവസാനത്തിലുള്ള എന്താണ്? ഫത്താണ് അല്ലേ. അതുകൊണ്ട് വലിദാലിക യുംകിനു അൻ തഖൂൽ അന്ന ഫിഅലൽ അംരി യുബ്നാ അലൽ ഫത്ഹി ഇദാ ഇത്തസലത ബിനൂനി തൗകീദ് സഖീലതൻ ഔ ഖഫീഫതൻ. അപ്പോൾ ഫിഅലു അംർ നൂന് തൗകീദിനോട് കൂടെ ചേർന്ന് വന്നാൽ ഫത്ഹിൻ്റെ മേലായിരിക്കും മബ്നിയാവുക. മനസ്സിലായല്ലോ. ഓക്കെ. ഇനി അടുത്തത് വഫിൽ അംസലത്തി ത്വാഇഫത്തിൽ ഖാമിസ അഞ്ചാമത്തെ വിഭാഗം ഉദാഹരണം ഒന്നുകൂടി നമുക്ക് എന്താണ് ഒരു സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ള വിഷയമാണ് അല്ലേ. കാരണം അൽഖ എന്ന് പറയുന്നൊരു ഫിഅലിൻ്റെ അംറായിട്ട് വരുന്നത് അൽഖി എന്നാണ്. കാരണം അൽഖ എന്നുള്ള അതിൻ്റെ അവസാനത്തിൽ അലിഫ് കാണാനില്ല. ഇവിടെ മറ്റിടത്തൊക്കെ സുക്കൂൻ ചെയ്തിക്കുക അല്ലെങ്കിൽ ഫത്ത് ചെയ്തിക്കുക, ഇവിടെ ആർഫേ കാണുന്നില്ല അല്ലേ. അപ്പോൾ നോക്കൂ, ഹിയ അൽഖി വ ഉദുഉ വ അൽഖ വ ഇൽഖ അല്ലേ. വജദന ആഖിറ കുല്ലി മിൻഹ ഹർഫ ഇല്ലത്തിൻ മഹ്ദൂഫൻ അവസാനത്തിലൊക്കെ ഇല്ലത്തിൻ്റെ ഹർഫല്ലേ. അത് ആ യദുഉ വാവാണുള്ളത്, അൽഖ എന്നുള്ളത് അലിഫാണത്, പിന്നെയോ ലഖിയ എന്നുള്ളിടത്ത് എന്താണ്? യാ ആണ്. അപ്പോൾ മൂന്നും ഇല്ലത്തിൻ്റെ ഹർഫുകളാണ്, ഒക്കെ കളയപ്പെട്ടു. വകദാലിക ഫിൽ മുളാരിയിലും അങ്ങനെ തന്നെയാണ്. മിസ്ല യുൽഖി വയദുഉ വയൽഖ എന്നുള്ളതൊക്കെ. വലാകിൻ ഫി ഫിഇൽ അംർ പക്ഷേ ഫിഇലു അംറിലേക്ക് വരുമ്പോൾ ഹുദിഫത് ഹാദിഹിൽ ഉറൂഫ് ഈ ഹർഫുകളൊക്കെ എന്ത് ചെയ്തു? കളയപ്പെട്ടു. മനസ്സിലായല്ലോ. സബബു ഹു ബിനാഉൽ ഫിഇൽ അംരിൽ മുഅത്തൽ ആഖർ എന്താണ് കളയാൻ കാരണം? മുഅത്തൽ ആഖറായ ഒരു ഫിഇല് അംർ ഫിഇലിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ അവസാനത്തെ ഇല്ലത്തിൻ്റെ ഹർഫാണെങ്കിൽ ആ ഹർഫിന് കളയൽ നിർബന്ധമാണ്. വലിദാലിക യുബ്നൽ ഫിഇലുൽ അംറു ബിഹദ്ഫി ഹർഫിൽ ഇല്ല ഇദാ കാന മുഅത്തൽ ആഖർ ഒരു ഫിഇല് മുഅത്തൽ ആഖർ ആണെങ്കിൽ അത് അംർ ഫിഇലിലേക്ക് മാറ്റിയാൽ പിന്നെ ആ ഫിഇൽ അംർ എങ്ങനെയാണ് പറയാം? മബ്നിയുൻ അലാ ഹദ്ഫി ഹർഫിൽ ഇല്ല എന്നാണ് പറയാം. മബ്നിയുൻ അലാ ഹദ്ഫി ഹർഫിൽ ഇല്ല എന്ന് പറയും. മനസ്സിലായല്ലോ. പിന്നെയോ വഫിൽ അംസലത്തി ത്വാഇഫത്തിൽ ബാക്കിയ ബാക്കിയുള്ള ഉദാഹരണങ്ങളൊക്കെ നോക്കൂ. തജിദു അന്നഹ തുസ്സലത്ത് മറത്തൻ ബി അലിഫിൽ ഇസ്നൈനി വമറത്തൻ ബി വാവിൽ ജമാഅത്തി വമറത്തൻ ബി യാഇൽ മുഖാതബത്തി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഇഖ്റഉ പിന്നെ ഖൂലി എന്നൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെ നമുക്ക് പറയാം. ഒരിടത്തും വാവുൽ ജമാഅത്തിൻ്റെയോ ഒരിടത്ത് അലിഫുൽ ഇസ്നൈനിയോ യാഉൽ മുഖാതബത്തിയോ ചേർന്ന് വന്നിട്ടുണ്ടാവും. ഇദാ നളർത ഇലാ നൂനിൻ ഫി കുല്ലി മുളാരി മിൻഹാ മിസ്ല ഇഖ്റആനി യഫ്തഹാനി വൈഷ്റബാനി എന്നുള്ളിടത്തൊക്കെ നിങ്ങൾക്ക് കാണാം നൂന് കാണാം അല്ലേ. യഫ്തഹാനി ഇഖ്റാനി എന്നുള്ള നൂന് കാണുന്നുണ്ടല്ലേ. വൈദാ നളർത ഇലാ നൂനിൻ ഫി കുല്ലി മുളാരി മിൻഹാ മിസ്ല ഇഖ്റആനി വയഫ്തഹാനി വൈഷ്റബാനി തുഹ്ദഫു ഹാദിഹി നൂൻ ഫി അഫ്അലിൽ അംരിൽ മുത്തസില ബി അലിഫിൽ ഇസ്നൈനി വവാബിൽ ജമാഅത്തി വയാഇൽ മുഖാതബത്തി. അപ്പോൾ ഇഖ്റഊന എന്നാണെങ്കിലും ഇഖ്റഈന എന്നാണെങ്കിലും അവിടെയൊക്കെ നൂനുണ്ടായിരുന്നു. അത് ആ ഫിഇൽ അംറിലേക്ക് ചേർക്കപ്പെടുമ്പോൾ ആ നൂനെ കളയപ്പെടും. വലിദാലിക അതുകൊണ്ട് തന്നെ യുബ്ന ഫിഇൽ അംറി ഫി ഹാദിഹിൽ അഫ്അലി സലാസ ഈ മൂന്ന് ഉദാഹരണങ്ങൾ ഈ മൂന്ന് അവസ്ഥകളിൽ എന്ന് വെച്ചാൽ വാവുൽ ജമാഅത്ത് യാൽ മുഖാതബത്ത് അലിഫുൽ ഇസ്നൈനി ഇവയുടെ കൂടെ വരുമ്പോൾ
ആ നൂന് കളയപ്പെടുന്നതാണ്. മനസ്സിലായല്ലോ. വലിദാലിക യുബ്നാ ഫിഅലുൽ അംരി ഫീ ഹാദിഹിൽ അഹ്വാലി സലാസ ബിഹദ്ഫി നൂനി. അപ്പോൾ നമ്മളിങ്ങനെ ഇഖ്റആനി എന്നുള്ളിടത്ത് ഇഖ്റആ എന്ന് പറയുമ്പോൾ ഫിഅലു അംറുൻ മബ്നിയുൻ അലാ ഹദ്ഫിൻ നൂനി എന്ന് പറയണം. മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ടോട്ടൽ ഖായിദയാണ്. ഇസ്തഖ്ദമു ഫിഅലുൽ അംരി ലിയുത്ലബ ബിഹി ഹുസൂല ഷൈഇൻ ഫി സമിനിൽ മുസ്തഖ്ബൽ. ഭാവിയിൽ എന്തെങ്കിലും കാര്യം നടക്കാൻ, അല്ലേ? നീ ഇന്നലെ പോയി പേനയെ കൊണ്ട് എഴുത് എന്നാരും പറയില്ലല്ലോ, അല്ലേ? നമ്മൾ പറയാണ് ആ പേന എടുത്തു വാ എന്ന് പറയുമ്പോൾ ആ പേന എടുക്കുക എന്നുള്ളത് ഈ പറഞ്ഞ നിമിഷത്തിൻ്റെ ഭാവിയാണ്, അല്ലേ? മുസ്തഖ്ബലായ ഒരു സമനിൽ ഭാവി കാലത്ത് ഒരു സംഗതി സംഭവിക്കാൻ ഒരാളോട് ആവശ്യപ്പെടുന്നതിനാണ് ഫിഅൽ അംർ എന്ന് പറയാം. യുബ്നാ ഫിഅൽ അംരി അല സുകൂൻ ഇദാ കാന സ്വഹീഹൽ ആഖരി. സ്വഹീഹുൽ ആഖർ ആണെങ്കിൽ ഫിഅൽ അംർ മബ്നിയുൻ അല സുകൂൻ ആയിരിക്കും. വലം യത്തസിൽ ബിഹി ഷൈഉൻ. പക്ഷേ അവിടെ കണ്ടീഷൻ ഒരു വസ്തുവിനും നൂന് അല്ലേ, നൂൻ നിസ്ബ മറ്റൊന്നിനോടും ചേർന്ന് വന്നിട്ടില്ലെങ്കിൽ മാത്രമാണ് സുക്കൂനിൻ്റെ മേൽ മബനിയാവുക, അല്ലേ? നൂൻ നിസ്ബ ചേർന്ന് വന്നാലും അല്ലെങ്കിൽ മറ്റൊന്നിനോടും ചേർന്ന് വരാതിരിക്കുകയും ചെയ്താലാണ് നൂൻ സുക്കൂനിൻ്റെ മേൽ മബനിയാവുക. വയുബ്ന അലൽ ഫതഹി. ഫതഹിൻ്റെ മേൽ മബനിയാവും ഇദത്തസലത്ത് ബിഹി നൂൻ തൗക്കീദ് സഖീലത്തൻ ഔ ഖഫീഫത്തൻ. ഫതഹിൻ്റെ മേലാണ് മബനിയാവുന്നത് എങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം അവിടെ എന്താണ് നൂൻ തൗക്കീദ് ആയി വന്നിട്ടുണ്ടാവണം. വയുബ്ന അല ഹദ്ഫി ഹർഫിൽ ഇല്ല. ഇല്ലത്തിൻ്റെ ഹർഫ് കളയുന്നതിൻ്റെ മേൽ മബനിയായിരിക്കും. ഇതാക്കാൻ മുഅത്തലുൽ ആഖർ ആണെങ്കിൽ വയുബ്ന അല ഹദ്ഫിൻ നൂനി. നൂന് കളയപ്പെടുന്നതിന് മേൽ മബനിയാകും. ഇദത്തസലത്ത് ബിഹി അലിഫുൽ ഇസ്നൈനി വാവൽ ജമാഅത്തി. വാവൽ ജമാഅത്തോ യാഉൽ മുഖാത്തബത്തോ അലിഫുൽ ഇസ്നൈനിയോ ചേർന്ന് വന്നാൽ ഇല്ലത്തിൻ്റെ ഹർഫ് കളയപ്പെടുന്നതിന് മേൽ മബനിയാവും. ഇതാക്കാൻ മുഅത്തലുൽ ആഖറാകുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് അംർ ഫീലിന് ഉള്ള നിയമങ്ങൾ. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അല്ലേ? ഇൽഅബ്, പിന്നെയോ റത്തിബന, പിന്നെയോ തക്തുബൻ, പിന്നെ അൽഖൈ, പിന്നെയോ ഇഖ്റഉ, ഇഫ്തഹി. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ രണ്ട് നിയമങ്ങൾ കൊണ്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അൽ മജ്ഹൂൽ മിനൽ അഫ്ആലി. അപ്പോൾ മജ്ഹൂൽ മഅറൂഫിനെ കുറിച്ച് നമ്മൾ പഠിക്കും എന്ന് പറഞ്ഞിരുന്നു, അല്ലേ? അപ്പോൾ അൽ മജ്ഹൂലു മിനൽ അഫ്ആലി, പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ് എന്ന് കേട്ടിട്ടുണ്ടാവും ഇംഗ്ലീഷ് ഗ്രാമറിൽ. അപ്പോൾ അതിൻ്റെ ഒരു അറബിക് വെർഷനാണ് അൽ മജ്ഹൂലു വൽ മഅറൂഫ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം ഉദാഹരണങ്ങൾ ഒന്ന് പരിധി നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ. ദബഹൽ ജസ്സാറു അൽ ഗനമ. ദബഹ എന്ന് പറഞ്ഞാൽ അറുത്തു എന്നർത്ഥം. അൽ ജസ്സാറു കശാപ്പുകാരൻ, അൽ ഗനമ ആടിനെ. അപ്പോൾ ദബഹ എന്നുള്ള ഫിഅൽ മാളിയാണ്, ജസ്സാർ അതിൻ്റെ ഫായിലാണ്, ഗനം എന്നുള്ളത് അതിൻ്റെ മഫ്ഊലാണ്. പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഉദാഹരണം നോക്കൂ. ദുബിഹൽ ഗനമു. അവിടെ ജസ്സാർ എന്നുള്ള ഫായിൽ അവിടെ കളയപ്പെട്ടു. അങ്ങനെ കളയപ്പെട്ടത് കൊണ്ട് അൽ ഗനമു എന്ന് പറയുന്ന നേരത്തെ അതിൻ്റെ മുമ്പത്തെ ജുംലയിൽ ഉണ്ടായിരുന്ന മഫ്ഊൽ ഇവിടെ ഫായിലിന് പകരമായിട്ട് വന്നു, അല്ലേ? ഫായിലിന് പകരമായിട്ട് വരുന്ന ഒരു ഇസ്മായത് കൊണ്ട് ഫായിലിൻ്റെ അത് ഇറാബോടെ കൊടുത്തു. അപ്പോൾ ദുബിഹൽ ഗനമു എന്നായി. മനസ്സിലായോ? പിന്നെയോ ഫതഹത്ത് ഫാത്തിമത്തു അന്നാഫിദത്ത. ഫാത്തിമ ജനൽ തുറന്നു. ഫുത്തിഹത്തിൻ നാഫിദത്തു, ജനൽ തുറക്കപ്പെട്ടു. യർക്കബു അലിയുൻ അൽ ബാസ. അലി ബസ്സിൽ കയറി. യുർക്കബുൽ ബാസു, ബസ് കയറപ്പെടുന്നു. തഹ്ലബു സൈനബു അൽ ബക്കറത്ത. സൈനബ് പശുവിനെ പാൽ കറക്കുന്നു. തുഹ്ലബുൽ ബക്കറത്തു, പശു പാല് കറക്കപ്പെടുന്നു. അപ്പോൾ ഈ ഉദാഹരണങ്ങളൊക്കെ നോക്കി ആദ്യത്തോടത്ത് ഫായിലുണ്ട്, മഫ്ഊലുണ്ട്. രണ്ടാമത്തെ ഉദാഹരണങ്ങളിലോ അത് ഫായിൽ കളയപ്പെട്ടത് കൊണ്ട് അവിടുത്തെ മഫ്ഊൽ അവിടെ ഫായിലിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ഫായിൽ എന്താണോ അതായിരിക്കും. ഫായിൽ മുഅന്നസ് ആണെങ്കിൽ അതിൻ്റെ ഫിഅലിൽ മുഅന്നസിൻ്റെ അദാത്ത് ചേർത്ത് കൊടുക്കും, അല്ലേ? അതുപോലെയാണ് നായിബുൽ ഫായിൽ മുഅന്നസ് ആണെങ്കിൽ ഈ ഫിഅൽ മജ്ഹൂലിനും എന്ത് ചെയ്യും? നമ്മൾ ചേർത്തു. ഉദാഹരണത്തിന് നാഫിദത്ത് എന്നുള്ളത്, അല്ലേ? അവിടെ ഫതഹത്ത് ഫാത്തിമത്തിന് ഫാത്തിമ മുഅന്നസ് ആയതുകൊണ്ടാണ് അവിടെ ഫതഹത്ത് എന്ന് ചേർത്ത് കൊടുത്തത്, അല്ലേ? പക്ഷേ ഇവിടെ നാഫിദത്ത് വന്നപ്പോഴും ഫുത്തിഹത്ത് എന്നാണ് പറഞ്ഞത്. കാരണം എന്താ? നാഫിദത്ത് മുഅന്നസാണ്. അതുപോലെയാണ് ബാക്കിയുള്ളതും കണ്ടിട്ടുള്ളത്, അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ നിയമവശങ്ങളിലേക്ക് പോകാം. ഫിൽ അംസലത്തി ത്വായിഫത്തിൽ ഉല, ഒന്നാമത്തെ വിഭാഗത്തിൽ തജിദു കുല്ല മിസാലിൻ യതളമ്മനു അലാ ഫിഅലി മാളിൻ വഫാഇലിൻ വമഫ്ഊലി ബിഹി. ഫായിലുണ്ട്, മഫ്ഊലി ബിഹി ഉണ്ട്, ഫിഅലുണ്ട്. സുമ്മൻദുർ ഇല അംസലത്തില്ലത്തി യുഖാബിലുഹ, അതിന് നേരെ ഓപ്പോസിറ്റ് നേരെ വരുന്ന ഉദാഹരണത്തിൽ നോക്കൂ. തജിദു അന്നൽ മഅന മുത്തഹിദുൻ ഫീ കുല്ലി മിസാലൈനി മുതഖാബിലൈനി.
അർത്ഥം എല്ലായിടത്തും ഒരുപോലെയാണ്. പക്ഷേ വലാക്കിൻ ഹദിഫൽ ഫാഇലു, ഫായിൽ കളയപ്പെടേണ്ട. ഒന്നാമത്തെ ദബഹൽ ജസാറു അൽ വനമ, ആടിനെ ജസാർ അറുത്തു എന്നാണ്. അടുത്തത് ദുബിഹൽ വനമു, ആട് അറുക്കപ്പെട്ടു എന്ന്. ഇവിടെ അറുക്കപ്പെട്ട സാധനം എന്തായാലും എന്താണ്, വനമി എന്നുള്ള സംഗതിയാണല്ലോ. അപ്പോൾ അർത്ഥത്തിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷെ അവിടെ രണ്ടാമത്തെ സ്ഥലത്ത് ഫായിലില്ല അല്ലേ. വലാക്കിൻ ഹദിഫൽ ഫാഇലു വതഗയ്യറ ശക്ലുൽ ഫിഅൽ മാദി ബിമദ്മൂമിൽ അവ്വലി വമക്സൂരിൽ ഹർഫി അല്ലദി ഖബല ആഖിരിഹി മിസ്ല ദബഹ ദുബിഹ വഫതഹത് ഫുതിഹത്. അവിടെ ഫായിൽ കളയപ്പെടുക മാത്രമല്ല, ഫിഅലിൻ്റെ രൂപം തന്നെ മാറിയിട്ടുണ്ട്. ഫതഹ ഇരുന്നിടത്ത് നമ്മൾ ലൊമ്മാക്കുകയും രണ്ടാമത്തെ അക്ഷരത്തിന് നമ്മൾ കസ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. ഇൻദമാ ഹുദിഫൽ ഫാഇലു നാബ അൻഹു മഫ്ഉലു ബിഹി, ഫായിൽ കളയപ്പെട്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടുത്തെ മഫ്ഉലു ബിഹ ഫായിലിന് പകരമായി നിന്നു. ഫഅസ്ബഹ മഅറൂഫൻ ബഅദ അൻ കാന മൻസൂബൻ, മഫ്ഉലിന് ശരിക്ക് വരേണ്ടത് എന്താണ്, നസ്ബാണല്ലോ. പക്ഷേ ഇവിടെ ഫായിലിന് പകരം നിൽക്കുന്നത് കൊണ്ട് ഫായിലിൻ്റെ ഇറാബായ റഫ് കൊടുത്തു. പിന്നെയോ വകദാലിക ലമ്മ കാന നായിബുൽ ഫാഇലി മുഅന്നസൻ കാനൽ ഫിഅലു മുഅന്നസ, നായിബുൽ ഫാഇൽ മുഅന്നസായപ്പോൾ ഫിഅലു മുഅന്നസായി. മനസ്സിലായല്ലോ. വഫിൽ അംസലത്തി ത്വാഇഫത്തി സാനിയ, രണ്ടാമത്തെ സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം തജിദുൽ ഫിഅല മുദാരിഅൻ, മുദാരിഅൻ എന്ന മുദാരിയായിട്ട് കാണാൻ പറ്റും. കാരണം ഒന്നാമത്തെ വിഭാഗ ഉദാഹരണത്തിൽ മാളിയാണ്, രണ്ടാമത്തെ വിഭാഗ ഉദാഹരണം മുദാരിയാണ്. വതഗയ്യറ ശക്ലുഹു ഫിൽ ഖിസ്മില്ലദി യുഖാബിലുഹു, അതിൻ്റെ രൂപം തന്നെ അപ്പുറത്ത് മാറിയിട്ടുണ്ട്. ഫയുദമ്മു അവ്വലുഹു വയുഫ്തഹു മാ ഖബല ആഖിരിഹി, നമ്മൾ മാളിയിൽ പറഞ്ഞത് ആദ്യം ദമ്മ് ചെയ്യപ്പെടുകയും അവസാനത്തിന് മുമ്പുള്ളതിന് കസ്റ് ചെയ്യപ്പെടുകയും എന്നാണ് പറഞ്ഞത് അല്ലേ. ഇവിടെ അങ്ങനെയല്ല, ഒന്നാമത്തിന് ദമ്മൻ തന്നെ ചെയ്യും, പക്ഷേ അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്വം ചെയ്യും. മസലൻ തഗയ്യറ മുദാരിഉൽ മഅലൂമി തഹ്ലുബു, തഹ്ലുബു എന്നുള്ള ഫീലിൻ്റെ മാറിയിട്ടുണ്ട്, തുഹ്ലബു എന്നായി മാറിയിട്ടുണ്ട്. അമ്മൽ അലിഫുല്ലത്തി ഖബ്ലൽ ഹർഫിൽ അഖീരി, അവസാനത്തിന് മുമ്പുള്ളതിൻ്റെ അലിഫ് ഫതുഖ്ലബു യാ അൻ ഫിൽ മാദി, അതിൽ മാദിയിൽ യാ ആക്കി മറിക്കപ്പെടുകയും വ അലിഫൻ ഫിൽ മുദാരിഇ, മുദാരിയിൽ അത് അലിഫാക്കപ്പെടുകയും ചെയ്യും. മനസ്സിലായല്ലോ. ഉദാഹരണത്തിന് കാല അല്ലേ, കാല എന്നുള്ളത് അതിൻ്റെ അൻഫീൽ അതിന് അലിഫുണ്ട്, അലിഫ് ഉണ്ട് അല്ലേ, അവിടെ നമ്മൾ ഹർക്കത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം മാദിയായ ഫീല് കാല മാദിയാണ്, അതിനെ മജ്ഹൂലിലേക്ക് മാറ്റുമ്പോൾ കീല എന്നാക്കും. എന്ന് വെച്ചാൽ ഫതുഖ്ലബു യാ അൻ ഫിൽ മാദി, അത് മാദിയിൽ യാ ആക്കി മറിക്കപ്പെടുന്നതാണ്, അലിഫിന് യാ ആക്കി, അപ്പോൾ കീലയായി. യക്കൂലു, യക്കൂലു എന്ന മുദാരിയാണ്, അപ്പോൾ അലിഫൻ ഫിൽ മുദാരി, മുദാരിയിൽ അത് അലിഫാക്കി മറിക്കപ്പെടും, യുഖാലു എന്ന് പറയപ്പെടും. മനസ്സിലായല്ലോ. വഹാദ ഐലൻ ഹുദിഫൽ ഫാഇലു, ഇവിടെയും ഫാഇൽ കളയപ്പെട്ടു. വനാബ അൻഹുൽ മഫ്ഊലു, അവിടെ മഫ്ഊല് അതിന് പകരമായി വന്നു. ഫസോറ മർഫു അൻ അൽ ആൻ, ഇപ്പോൾ അത് മർഫു ആയി മാറുകയും ചെയ്തു. വൈസമ്മ ഹാദ നായിബുൽ ഫാഇൽ, ഇങ്ങനെ ഫാഇലിന് പകരം വന്ന് റഫു ചെയ്യപ്പെടുന്ന ഇസ്മിനാണെന്ന് പറയുക, നായിബുൽ ഫാഇൽ എന്ന് പറയുക. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ എന്താണ്, ഇപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള കായികകൾ എന്താണ്? അൽ ഫിഅലുൽ മബ്നിയു ലിൽ മഅലൂമി, മഅലൂമിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഫിഅൽ. വകുല്ലു ഫിഅലിൻ ദുക്ര മഅഹു ഫാഇലുഹു, എന്താണ് ഈ മഅലൂം എന്ന് പറഞ്ഞാൽ? മഅലൂം അല്ലെങ്കിൽ മഅറൂഫ് എന്ന് പറയും. എന്താണ് കുല്ലു ഫിഅലിൻ, എല്ലാ ഫിഅലുമാകുന്നു ദുക്ര മഅഹു ഫാഇലുഹു, അതിൻ്റെ ഫാഇൽ പറയപ്പെട്ട ഫിഅലാണ് അല്ലേ. വൽ ഫിഅലുൽ മബ്നിയു ലിൽ മജ്ഹൂലി, മജ്ഹൂലിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഫിഅലോ വകുല്ലു ഫിഅലിൻ മാ ഹുദിഫ ഫാഇലുഹു വജുഇല അൽ മഫ്ഊലു ബിഹി നായിബൻ അൻഹു, അതിൻ്റെ ഫായിൽ കളയപ്പെടുകയും ആ ഫായിലിന് പകരമായിട്ട് മഫ്ഊൽ ആക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ലിതഹ്വീലിൽ ഫിഅലിൽ മഅലൂമി മജ്ഹൂലൻ, എന്തിനാണ് ഞാൻ ആക്കുന്നത്, മഅലൂമായ ഒരു ഫിഅൽ മജ്ഹൂലാക്കാൻ. ഫഇൻ കാന മാദിയൻ, മാദിയാണ് ഈ ഫിഅൽ എങ്കിൽ അത് ളുമ്മ അവ്വലുഹു വകുസ്റൽ ഹർഫുൽ ലദി ഖബല ആഖിരിഹി, മാദിയാണെങ്കിൽ ഒന്നാമത്തെ ഹർഫിന് ളുമ്മും അവസാനത്തെ മുമ്പുള്ള ഹർഫിന് കസ്റും ചെയ്യപ്പെടും. വഇൻ കാന മുദാരിയൻ, മുദാരിയാണെങ്കിലോ ളുമ്മ അവ്വലുഹു വഫുതിഹൽ ഹർഫുൽ ലദി ഖബല ആഖിരി, അതിന് മുമ്പത്തെ ഹർഫിന് ഫത്ഹ് ചെയ്യപ്പെടുകയും ചെയ്യും. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നായിബുൽ ഫാഇലിൻ്റെയും അല്ലെങ്കിൽ ഫിഅലും മഅറൂഫിൻ്റെയും മജ്ഹൂലിൻ്റെയും ഒക്കെ നിയമങ്ങൾ പറയാനുള്ളത്. അടുത്തതായിട്ട് പറയാനുള്ളത് അൽ അഫ്ആലു സുലാസിയ വ റുബാഇയ, സുലാസിയായ ഫിഅലും റുബാഇയായ ഫിഅലുകളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ സുലാസിയായ ഫിഅൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ പേരിൽ നിന്ന് മനസ്സിലാവും 3 അക്ഷരങ്ങളുള്ളത് അല്ലേ. ലിറ്ററൽ ആൻഡ് കോഡിലേറ്ററൽ വേർബ്സ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഉദാഹരണങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഖറ അത്വാലിബു റിവായത്തൻ, ഖറ അല്ലെ അവിടെ ഫീൽ അതാണ്, ഖറ വായിച്ചു, അത്വാലിബു വിദ്യാർത്ഥി റിവായത്തൻ ഒരു നോവൽ വായിച്ചു. അപ്പോൾ ഖറ എന്നുള്ളതിൽ 3 അക്ഷരങ്ങളാണുള്ളത്, അപ്പോൾ അതുകൊണ്ട് അതിന് സുലാസിയായ ഫിഅൽ എന്ന് പറയും. അഖറ അൽ വാലിദു അത്വാലിബ റിവായത്തൻ,
പിതാവ് കുട്ടിയെ നോവൽ വായിപ്പിച്ചു അല്ലേ. അപ്പോൾ അഖ്റ എന്നുള്ളത് 4 അക്ഷരമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഫിഅൽ റുബാഇ എന്ന് പറയും. ഹമലൽ ഹിമാറു അൽ ബദാഇ, കഴുത ചിരക്കുകളെ ചുമന്നു. ഹമല ചുമന്നു, ഹൈമാർ കഴുത, ബദാഇ ചിരക്ക് അല്ലേ, ഗുഡ്സ് എന്നർത്ഥം. ഹമ്മല റജുലു അൽ ഹിമാറ അൽ ബദാഇ, ഹമ്മല ചുമത്തി, അർ റജുലു പുരുഷൻ, അൽ ഹൈമാറ കഴുത എന്താണ് ചുമത്തിയത്, അൽ ബദാഇ ചിരക്കുകളെ. ലൊറബൽ വലതു അഖാഹു, കുട്ടി അവൻ്റെ സഹോദരനെ അടിച്ചു. ലോറബൽ വലതു മഅാഹിഹി, കുട്ടി തൻ്റെ സഹോദരനോട് കൂടെ അടിപിടി കൂടി. ലോറബ പരസ്പരം ചെയ്യുന്നതിനാണ്. ഫാഅല വസ്നാകുമ്പോൾ പരസ്പരം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലായിരിക്കും വരിക. മനസ്സിലായാലും. അപ്പോൾ ഇതങ്ങനെ ഒന്നാമത്തെ വിഭാഗം അങ്ങനെ. കസറ ഷഖ്സു അസുജാജ, ഒരു വ്യക്തി അസുജാജ ചില്ലിനെ കസറ പൊട്ടിച്ചു. ഇൻകസറ സുജാജു, ചില്ല് പൊട്ടി. നഫഅൽ വലതു വാലിദഹു, കുട്ടി തൻ്റെ പിതാവിനെ സഹായിച്ചു അല്ലെങ്കിൽ ഉപകാരം ചെയ്തു എന്നർത്ഥം. ഇൻതഫഅൽ വാലിദു മിനൽ വലദി, കുട്ടിയിൽ നിന്നും പിതാവ് ഉപകാരം എടുത്തു. ഹമീറൽ വർദു, പനിനീർ പൂവ് ചുവന്നു. ഇഹ്മറൽ വർദു, അർത്ഥം ഏകദേശം അങ്ങനെ തന്നെയാണ്. ലൊറബൽ വലതു അഖാഹു, കുട്ടി തൻ്റെ സഹോദരനെ അടിച്ചു. തലാറബൽ വലദാനി, 2 കുട്ടികൾ പരസ്പരം അടികൂടി. തലാറബയും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഓക്കെ. കറുമൽ വനിയു, കറുമ ആദരിച്ചു അല്ലെ, മാന്യനായി. അൽ വനിയു പണക്കാരൻ, ധനികൻ. തകറമൽ വനിയു അലൽ ഫഖീരി, പാവപ്പെട്ടവൻ്റെ മേൽ വനിയ് പണക്കാരൻ സഹായിച്ചു അല്ലെങ്കിൽ സഹനത കാണിച്ചു എന്നൊക്കെ അർത്ഥം. ഹസുനൽ വലതു, കുട്ടി നന്നായി. ഇസ്തഹ്സനൽ വലതു നസീഹത അബീഹി, പിതാവിൻ്റെ ഉപദേശത്തെ കുട്ടി നന്നായി കണ്ടു. ഹാദബൽ ലൊഹുറു, യഹ്ദൗദബൽ ലൊഹുറു. ബഅസറൽ ഹവാഉ അൽ ഗുബാറ, തബഅസറ, ഹർജമ, ഇഹ്റഞ്ചമ, തൊംഅന, ഇത്മഅന്ന. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കൂ, ഹസുന എന്നുള്ളത് സുലാസിയാണ്. ഇസ്തഹ്സന എന്നുള്ളത് എത്ര ഹർഫുകളുണ്ട്? അതിൽ 6 ഹർഫുകളുണ്ട് അല്ലേ. ഹാദബ, ഇഹ്ദൗദബ, ബഅസറ, തബഅസറ, ഹർജമ, ഇഹ്റഞ്ചമ, പിന്നെ തൊംഅന, ഇത്മഅന്ന. അപ്പോൾ ഈ 4 വിഭാഗം ഉദാഹരണങ്ങളിലും ഇങ്ങനെ വ്യത്യസ്തമായ വസനുകളിൽ ഫിഅലുകൾ വരാൻ എന്താണ് കാരണം, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒന്ന് പഠിക്കും. ഓക്കെ. അപ്പോൾ നോക്കൂ, ഇദാ തഅമ്മൽതൽ അംസല ഫി ത്വാഇഫത്തിൽ ഊല, ഒന്നാമത്തെ വിഭാഗം ഉദാഹരണം നോക്കുകയാണെങ്കിലോ, തജിദു അന്നഹ തശ്തമിലു അലാ അഫ്അലിൻ മാളിയ, മാളിയായ ഫിഅലുകളെ കാണാം. അദദുൽ ഹുറൂഫിഹ സലാസത്തുൻ, അതിൻ്റെ ഹർഫുകളൊക്കെ 3ആണ്. വഹാദ അഖല്ലു അദദിൻ മുംകിൻ ഫി ഹുറൂഫിൽ അഫ്ആലി, ഫിഅലുകളിൽ ചുരുങ്ങിയത് 3 ഹർഫുകളായിരിക്കും ഉണ്ടാവുക. വജമീഉ ഹാദിഹിൽ അഫ്ആൽ ലാ തശ്തമിലു ഇല്ലാ അലാ ഹുറൂഫിൻ അസ്ലിയ, ഈ ഫീലുകളിൽ മാളിയായ ഫീലുകളൊക്കെ അസ്ലിയായിട്ടുള്ള ഹർഫിൻ്റെ മേൽ മാത്രമാണുള്ളത്. വഇദാ ഹദഫ്നാ വാഹിദ മിൻ ഹുറൂഫിഹിൽ അസ്ലിയ മിസ്ലൽ ഖാഫി മിൻ ഖറഅ ഇഖ്തല്ല ലഫ്ളുൽ ഫിഅലി വമഅനാഹു, നമ്മൾ ഈ ഫിഅലിൽ നിന്നും ഏതെങ്കിലും അസ്ലിയായ ഹർഫിനെ കളഞ്ഞാൽ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ലഫ്ളൊക്കെ ആകെ പ്രയാസത്തിലാവും. ഉദാഹരണത്തിന് ഖറയിലെ കാഫ് കളഞ്ഞാൽ ഇഖ്തല്ല ലഫ്ളുൽ ഫിഅല, ഫിഅലിൻ്റെ ലഫ്ള് തന്നെ ആകെ ഖലൽ സംഭവിക്കും. വമഅനാഹു, ലഫ്ളിൻ ഖലൽ സംഭവിച്ചാൽ പിന്നെ അർത്ഥത്തിൽ പറയേണ്ടതില്ലല്ലോ. ഫസുലാസിയു ലഹു മഅ മുളാരിഹി സിത്തത്തു അബ്വാബിൻ, ഒരു സുലാദിയായ ഫഅലാണെങ്കിൽ അതിന് 6 മുളാരിയോട് കൂടി 6 ബാബുകളുണ്ട്. ഫസയദ്കറു ഫിത്താലി, ഇൻഷാല്ലാഹ് നമ്മൾ പറയാൻ പോവാണ്. വഇദാ തഅമ്മൽത ഫിൽ അംസലതി ത്വാഇഫത്തിൽ മുഖാബല ലഹ, ഈ മാളിയായ ഫിഅലിനോട് കൂടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആ ഒരു വിഭാഗത്തിലേക്ക് നോക്കിയാൽ, തജിദു കുല്ല ഫിഅലിൻ ഫിഹാ ഹുവ നഫ്സുൽ ഫിഅലി മഅ സിയാദത്തിൻ. അപ്പോൾ നേരത്തെ ഖറഅയാണ്, അതിലേക്ക് അഖ്റഅ എന്ന് പറയുന്ന ഒരു ഹംസ അധികരിപ്പിച്ചു അല്ലേ, അതേ ഫിഅലാണ്, അതിലേക്ക് ചെറിയൊരു സിയാദത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് സീദ അല കുല്ലി ഫിഅലിൻ ഫി ഹാദിഹി ത്വാഇഫതി ഹർഫുൻ അലാ ഹുറൂഫിൽ അസ്ലിയ, ഒരൊറ്റ ഹർഫാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അധികരിപ്പിച്ചിട്ടുള്ളത്. ഫൽ ഹംസതു സായിദത്തുൻ ഫി അഖ്റഅ, അഖ്റഅ എന്നുള്ളിടത്ത് ഹംസ സായിദയാണ്. വൽ മീമു സായിദത്തുൻ ഫി ഹമ്മല, ഹമ്മല എന്നുള്ളിടത്തുള്ള അതിൻ്റെ ഒരു മീമ അവിടെ ഉണ്ടാവുള്ളൂ ശരിക്ക്, അത് ഹമ്മല അല്ല ജായിദായതാണ്. വൽ അലിഫു സായിദത്തുൻ ഫി ലോറബ, ലോറബ എന്നുള്ളതിൽ അലിഫു സായിദയാണ്. ഫഹൽ യതഗയ്യറുൽ മഅന ബി സിയാദത്തി ഹാദിഹിൽ ഹുറൂഫി ഹുനാക്, ഈ ഹർഫുകളൊക്കെ സായിദയാക്കൽ കൊണ്ട് അതിൻ്റെ അർത്ഥം മാറുമോ? അൽ ഇജാബത്തു നഅം, അതെ അതിൻ്റെ അർത്ഥം മാറും അല്ലേ. നമ്മൾ അർത്ഥം വെച്ചപ്പോൾ കണ്ടല്ലോ, ഖറഅ വായിച്ചു എന്നാണ്, അഖ്റഅ എന്ന് പറഞ്ഞാൽ വായിപ്പിച്ചു എന്നാണ്, മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് സുലാസിയായ ഫീലും സുലാസി മസീദും. സുലാസി മുജറദ്, സുലാസി മസീദ്. എന്താണ് സുലാസി മുജറദ്, എന്താണ് സുലാസി മസീദ് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ.
ഇനി ഹുറൂഫ് സായിദത്തി അല സുലാസിയിൽ മുജറദ്. ഇനി സുലാസി മുജറദിൻ്റെ മേൽ അധികരിക്കുന്ന ഹർഫുകൾ എന്ന് വെച്ചാൽ ആ സുലാസി മുജറദിലേക്ക് നമ്മൾ സായിദാക്കി കൊടുക്കുന്ന ഹർഫുകൾ അല്ലേ. വൈദാ നദർത ഇലൽ അംസലതി ഫി ത്വായിഫത്തി സാനിയ, രണ്ടാമത്തെ വിഭാഗം അല്ലേ, അതിലേക്ക് നീ നോക്കിയാൽ തജിദു സീദ അല കുല്ലി ഫിഅലിൻ ഫിഹാ ഹർഫാനി അല ഹുറൂഫിൽ അസ്ലിയ, അതിലൊക്കെ ഈ രണ്ട് ഹർഫുകൾ അധികരിപ്പിച്ചിട്ടുണ്ട്. അവലൻ അസിയാദത്തു ബിൽ ഹംസത്തി വന്നൂനി, ഒന്ന് നൂനും അലിഫും സായിദാക്കിയിട്ടുണ്ട്. വസാനിയൻ അസിയാദു ബി ഹംസത്തി വത്തായി, താ സായിദാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ പോലെ ഇൻതഫ പോലെ. മൂന്നാമതായിട്ട് ഹംസും അല്ലേ ബിൽ ഹംസത്തി വതക്രാരി ഹർഫുൽ അസ്ലി കമാ തജിദു ഇഹ്മറ അല്ലേ, ഇഹ്മറ ഹമിറ എന്നുള്ളതിൽ റാ ഉണ്ട്, അതുകൊണ്ട് അവിടെ അസ്ലിയായ ഹർഫ് ഒന്നുകൂടി ആദരിച്ചു കൊണ്ടുവന്നു. പിന്നെ വറാബിയാൻ അസിയാദു ബിത്ത ഇവൽ അലിഫി കമാ തജിദു ഫി തലാറബ, തലാറബയിൽ ലൊറബയിലേക്ക് താവും അലിഫും കൂട്ടിയപ്പോഴാണ് തലാറബയായത്. വഖാമിസൻ അസിയാദു ബിത്ത ഇവ തദ്ഈഫി ഹർഫിൻ അസ്ലിയിൻ കമാ തജിദു ഫി തകറമ. മനസ്സിലായല്ലോ. വഹുനാ അയ്ളൻ യതഗയ്യറുൽ മഅനാ ബിസിയാദത്തിൽ ഹുറൂഫി ഫി സുലാസി, ഇവിടെയും അർത്ഥങ്ങൾ മാറുന്നുണ്ട്. മനസ്സിലായി. അപ്പോൾ സുലാസി മുജറദ് പഠിച്ചു, സുലാസി മസീദ് ഫീഹിയും പഠിച്ചു. മസീദ് ഫീഹി എന്ന് പറഞ്ഞാൽ അതിൽ ഓരോ ഹർഫുകൾ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ഹർഫുകൾ അധികരിപ്പിച്ചത്. അപ്പോൾ അലിഫും നൂനും സായിദയാക്കുന്നത്, അലിഫും താവും സായിദയാക്കുന്നത്, അലിഫും അസ്ലിയായ ഹർഫും സായിദയാക്കുന്നത്, പിന്നെയോ അലിഫും അസ്ലിയായ ഹർഫിനെ ആവർത്തിച്ചു കൊണ്ടുവരുന്നത്, അലിഫും താവും താവും അലിഫും അധികരിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ. അതുപോലെ താവും പിന്നെ അസ്ലിയായ ഹർഫിനൊന്ന് ഇരട്ടിപ്പിക്കുക അല്ലേ, അതും അങ്ങനെയും എന്ത് ചെയ്യാറുണ്ട്, സായിദയാവാറുണ്ട്. ഇവിടെ ഇങ്ങനെ വന്നാലൊക്കെ എന്ത് ചെയ്യും, അർത്ഥം മാറുന്നതാണ്. വഫിൽ അംസലത്തി ത്വായിഫത്തി സാലിസ, മൂന്നാമത്തെ വിഭാഗത്തിലോ തജിദു ഫിഅലൈനി മാദിയൈൻ, രണ്ട് മാദിയായ ഫീലുകൾ നിങ്ങൾക്ക് കാണാം. അല്ലദൈൻ സീദ അല കിലൈഹിമാ സലാസത്തു ഹറഫ്, മൂന്ന് ഹർഫുകൾ അധികരിപ്പിച്ചതായിട്ട്. മറദൻ സിയാദു ബിൽ ഹംസത്തി വസ്സീനി വത്തായി, താവും സീനും ഹംസയും അധികരിപ്പിച്ചിട്ടുണ്ട്. കമാ തജിദു ഫി ഇസ്തഹ്സന ഹസുന എന്നായിരുന്നു അല്ലേ, അതിലേക്ക് ഇസ്ത എന്നുള്ള മൂന്ന് ഹർഫുകൾ കൂട്ടിക്കൊടുത്തു. ഒമറത്തന സിയാദത്തു ബിൽ ഹംസത്തി വൽ വാവി വതദ്ഈഫി ഹർഫിൻ അസ്ലിയിൻ, ഹംസയും വാവും പിന്നെ അസ്ലിയായ ഹർഫിനെ ഇരട്ടിപ്പിക്കുക. അപ്പോൾ ഹാദബ എന്നായിരുന്നു അല്ലേ, അപ്പോൾ ഇഹ്ദൗദബ എന്നായിരുന്നു, ഹാദബ എന്നായിരുന്നു അല്ലേ, അത് ഇഹ്ദൗദബ എന്നാക്കി. മനസ്സിലായല്ലോ. ഇനിയോ വഫിൽ അംസലത്തി ത്വായിഫത്തി അൽ അഖീറ തജിദു അഫ്അലൻ മാദിയ തതഅല്ലഫു മിൻ അർബഅത്തി ഹുറൂഫിൻ അസ്ലിയ. നേരത്തെ നമ്മൾ പറഞ്ഞത് സുലാസിയായ മുജറദ്, സുലാസിയായ മസീദ്. ഇനി റുബായിയായ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. തതഅല്ലഫു മിൻ അർബഅത്തി ഹുറൂഫിൻ അസ്ലിയത്തിൻ അലാ വസ്നി ഫഅല മിസ്ല കലിമത്തി ബഅസറ. ബഅസറ എന്നുള്ള കലിമത്ത് 4 ഹർഫുകളിൽ നിന്നുള്ളതാണ് അല്ലേ, അത് ഫഅല വസ്നാണ്. വഇദാ ഹദഫ്നാ വാഹിദ മിൻ ഹുറൂഫി അൽ അസ്ലിയ ഇഖ്തല്ല ലഫ്ദുൽ ഫിഅലി വമഅനാഹു. ഇത് അസ്ലിയായ ലഫ്ദ് തന്നെ അതിലെത്ര ഹർഫുകളുണ്ട്, 4 ഹർഫുകളുണ്ട്. അപ്പോൾ അതിന് ഹർഫ് കളഞ്ഞാൽ അവിടുത്തെ അർത്ഥവും അതിൻ്റെ ലഫ്ദും ഒക്കെ ആകെ ഖലൽ സംഭവിക്കും അല്ലേ, അവിടെ പ്രയാസം വരും. വലംസലത്തു ഫി ത്വായിഫത്തിൽ മുഖാബല ലഹ അഫ്അലുൽ അഖ്സാമൽ അഫ്അലൽ ഖിസ്മിൽ അവ്വലി നഫ്സഹ. അതിൻ്റെ നേരെ ആ ഒന്നാമത്തെ വിഭാഗം അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഫീലുകൾ അതേ ഫീലുകളാണ്. പക്ഷേ വലാകിൻ സീദ ഫിഹ ബഅദൽ ഹുറൂഫ്, പക്ഷേ ചില ഹർഫുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അധികരിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ബഅസറ അതിൻ്റെ ഓപ്പോസിറ്റിൽ തബഅസറാണ്, ബഅസറയാണ് ശരിക്ക് താ അധികരിപ്പിച്ചു. ഫത്താഉ മസീദത്തുൻ ഫീ കലിമത്തി തബഅസറ വഫി ഇഹ്റഞ്ചമ ബിമഅന ഇജ്തമ. ഇഹ്റഞ്ചമയുടെ അർത്ഥം ഇജ്തമ, ഒരുമിച്ച് കൂടി എന്നുള്ളതാണ് അല്ലേ. അൽ ഹംസത്തു വന്നൂനു മസീദത്താനി ഫീ കലിമത്തി ഇത്മഅന്ന. അൽ ഹംസത്തു ഇത്മഅന്ന എന്നുള്ള കലിമത്തിൽ അൽ ഹംസത്തു വതളീഫു നൂനി സിയാദത്തുൻ. ഇത്മഅന്ന തുംഅന എന്നായിരുന്നു അല്ലേ, അതിൽ തുടക്കത്തിലുള്ള അലിഫും അവസാനത്തിലുള്ള ഒരു നൂനും എന്താണ്, സായിദായി വന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ സുലാസി മുജറദ് നമ്മൾ പഠിച്ചു, സുലാസി മസീദ് പഠിച്ചു, റുബായി മുജറദ് നമ്മൾ പഠിച്ചു, റുബായി മസീദ് നമ്മൾ പഠിച്ചു. മനസ്സിലായോ. ഇനി ഈ കായികയും കൂടി പറഞ്ഞാൽ വളരെ ക്ലിയറായി. അൽ ഫിഅലുൽ മുജറദ്, ഫിഅലുൽ മുജറദ് എന്ന് പറഞ്ഞാൽ മാ കാനത്ത് ജമീഉ ഹുറൂഫിഹി അസ്ലിയത്തുൻ, അതിൻ്റെ എല്ലാ ഹർഫുകളും അസ്ലിയായിരിക്കും. എന്ന് വെച്ചാൽ അസ്ലിയായ ഹർഫുകളിൽ വരുമ്പോൾ ഖറഅ, അതിൻ്റെ 3 ഹർഫുകൾ എന്താണ്, അസ്ലിയായ ഹർഫാണ്. വഹുവ ഖിസ്മാനി, മുജറദ് എന്ന് പറഞ്ഞാൽ 2 ഖിസ്മാണ്, ഒന്ന് സുലാസി ഉണ്ട്, റുബായി ഉണ്ട്. ഫസുലാസി, അപ്പോൾ സുലാസി എന്ന് പറഞ്ഞാൽ ലഹു മഅ മുളാരിഇഹി സിത്തത്തു അബ്വാബിൻ, സുലാസിയും അതിൻ്റെ മുളാരിയോട് കൂടി എന്താണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞത് അൽ ഫിഅലു അൽ മുജറദു മാ കാനത്ത് ജമീഉ ഹുറൂഫിഹി അസ്ലിയത്തൻ വഖിസ്മാനി സുലാസിയുൻ വറുബാഇയുൻ. ഫസുലാസിയു, സുലാസി എന്ന് പറഞ്ഞാൽ ലഹു മഅ മുളാരിഇഹി സിത്തത്തു അബ്വാബ്, മുളാരിയിനോട് കൂടെ അതിന് 6 ബാബുകളുണ്ട്. ഹി അതൊക്കെയാണ് നസറ യൻസുറു ബാബ്,
ضرب يضرب ബാബ്, ഫതഹ യഫ്തഹു ബാബ്, ഫരിഹ യഫ്രഹു ബാബ്, കറമ യക്രമു ബാബ്. വെച്ചാൽ ഈ ആറാലൊരു വസനുകളിലായിരിക്കും എന്ത് ചെയ്യാം ഫീലുകൾ വരിക. ഓക്കെ, ഹസിബ യഹ്സിബു അതുകൂടി കൂടി 6 ബാബുകളിലായിരിക്കും ഈ ഫീലുകളിലെ എന്ത് ചെയ്യുള്ളൂ സുലാസി മുജറദ് വരുള്ളൂ. ഓക്കെ, അൽ ഫിഅലുൽ മസീദു, ഫിൽ മസീദ് എന്ന് പറഞ്ഞാൽ മസീദ് ഫിഹി ഹർഫുൻ ഔ അക്സർ അലാ ഹുറൂഫിഹിൽ അസ്ലിയ, അതിൻ്റെ അടിസ്ഥാനപരമായ ഹർഫുകളെക്കാൾ അധികരിച്ചതാണ്. സുലാസി യുക്കുൻ മസീദൻ ഫിഹി ഹർഫുൻ, സുലാസിയാവുമ്പോൾ അതിൽ അധികരിച്ചിട്ട് ഹർഫുണ്ടാകും. ഔ ഹർഫാനി അല്ലെങ്കിൽ 2 ഹർഫുകൾ ഉണ്ടാകും. ഔ സലാസത്ത് ഹർഫിൻ അല്ലെങ്കിൽ 3 ഹർഫുകൾ ഉണ്ടാകും. വറുബാഇയോ റുബാഇയോ ഹുവ ഫിഅലുൻ അല വസ്നി ഫഅലല, ഫഅലല വസ്നിൽ മാത്രമേ എന്ത് വരുള്ളൂ റുബാഇ മുജറദ് വരുള്ളൂ. ഓ മസീദ് റുബാഇ മസീദാണെങ്കിൽ തക്കുനു സിയാദത്തുഹു ഹർഫൻ ഔ ഹർഫൈനി, 4 ഫീലുകളിലേക്കാൾ കൂടുതലുണ്ടാകുമ്പോൾ 5 അല്ലെങ്കിൽ 6 ഹർഫുകളായിരിക്കും വരിക. അപ്പോൾ മനസ്സിലായല്ലോ, ഇത്രയും കാര്യങ്ങളാണ് ഫീൽ മുജറദ്, ഫീൽ മുജറദിൽ തന്നെ ഫീൽ സുലാസി മുജറദ്, സുലാസി മസീദ്, റുബാഇ മുജറദ്, റുബാഇ മസീദ് ഫീ, ഈ വിഷയത്തിൽ പറയാനുള്ളത്. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറൻ.